again, welcome back to TechMud Universe. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന മെഷീനാണ് ഹാർമോണിക് മെഷീൻ. അതായത് നമ്മൾ ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഓപ്പൺ കേസുകളിൽ നമ്മൾ എനർജി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് ഹാർമോണിക് മെഷീൻ. ഇത് നമ്മൾ ഫാസ്റ്റ് ഡിസെക്ഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ് ഇല്ലാണ്ട് നമുക്ക് ടിഷ്യൂസ് കട്ട് ചെയ്യാനും അത് കൊയാഗുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെഷീനിൽ ഇപ്പോൾ ഓൾറെഡി പവർ കണക്റ്റഡ് ആണ്. ഞാൻ ഓൺ ആക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഈ മെഷീന് എത്തിക്കോന്റെ ജെൻ 11 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമ്മളെ അഡാപ്റ്റർ എന്ന് പറയും ഈ സാധനത്തിന്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ കാര്യമായിട്ട് വരുന്നത് ഇതിന്റെ ജനറേറ്റർ, ഇനി ഇതിൽ വരുന്നത് ഇതിന്റെ ഹാൻഡ് പീസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്. മെഷീൻ ഓൺ ആയി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക ഇതുപോലൊരു ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതിൽ ചെയ്യാം. ഇതിൽ ഹാൻഡ് സ്വിച്ച് ഫുട്ട് ആക്ടിവേഷൻ ഉണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും ചെയ്യാം, ഹാൻഡിലും ഫൂട്ടിലും ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ഓൺലി ആക്കണമെങ്കിൽ ഹാൻഡ് ഓൺലി ആക്കാം, ഫൂട്ട് ഓൺലി ആക്കുകയാണെങ്കിൽ ഫൂട്ട് ഓൺലി ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് അടുത്തത് ലാംഗ്വേജസ് മാറ്റാം. പിന്നെ സിസ്റ്റംസിന്റെ ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ സിസ്റ്റത്തിന്റെ ഇവന്റ് ലോഗ്. ഇത് ഓപ്പണിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റും അതിന്റെ ഹാൻഡ് പീസുമാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യരുത്. ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുക. എന്ത് ഇൻസ്ട്രുമെന്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇൻസ്ട്രുമെന്റ് റൊട്ടേറ്റ് ആയിട്ട് ഫുള്ളി റൊട്ടേറ്റ് ആയതിനു ശേഷം നമ്മൾ അത് ഒന്നുകൂടെ ടൈറ്റൻ ചെയ്യാനുണ്ട്. ആ ടൈറ്റൻ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒരു ടൈറ്റ് വരുന്നവരെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് അതേപോലെ ഇവിടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ലോക്ക് ആയതിനു ശേഷം എന്താ നിങ്ങൾക്ക് രണ്ട് സൗണ്ട്, ഒന്ന് ഞാൻ ടിക്ക് സൗണ്ട് വന്നു, ഒന്നും കൂടെ വന്നു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിമൂവ് ചെയ്യാം. മെഷീനിൽ ഇൻസ്ട്രക്ഷൻ കാണിക്കും. ഇത് ഓപ്പൺ ആക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഫൂട്ട് ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഇതുണ്ടോ, ഇത് മാക്സിമം ആൻഡ് മിനിമം. ഇത് ഹാൻഡ് സ്വിച്ചസ് ആണ്. പിന്നെ കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് പിടിച്ച് തിരിക്കും. ശരിക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ റൊട്ടേറ്റ് ആയി ഇതിങ്ങനെയാണ് ഊരാനും എന്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് കേബിൾ കംപ്ലൈൻ്റ് ആവും, അതേപോലെ ഈ ഇൻസ്ട്രുമെൻറ്റും കംപ്ലൈൻ്റ് ആവും. ഇത് വെച്ചിട്ട് കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ റിവേഴ്സ് അയക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ടൈറ്റൻ ചെയ്യണമെങ്കിലും ഹാൻഡ് പീസ് പിടിക്കുക, എന്നിട്ട് ഇത് കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഒരിക്കലും ഹാൻഡ് പീസിന്റെ കേബിളോ ഹാൻഡ് പീസോ പിടിച്ച് തിരിക്കരുത്. ഇൻസ്ട്രുമെന്റ് പിടിച്ച് തിരിക്കുക. അതേപോലെ ഇത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ കൃത്യമായിട്ട് അത് നോക്കുക. ഇനി ഇതിൽ ലാപ്പ്, അല്ലെങ്കിൽ ഇത് ലാപ്പിലല്ല, ഇത് ഓപ്പണിൽ ഉപയോഗിക്കുന്നതിൻ്റെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടാവും ലാപ്പിന്. അപ്പം ഈ ലാപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഞാൻ നേരത്തെ ഓപ്പണിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കൃത്യമായിട്ട് വെക്കുക. എന്നിട്ട് ഇത് തിരിക്കുക. കണ്ടോ, ഇത് തിരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടൈറ്റ് ആവും. അല്ലാണ്ട് ഇത് കൊണ്ടുപോയിട്ട് തിരിക്കാൻ പാടില്ല. ഓക്കെ, ഇത് തിരിക്കുക. കൃത്യമായിട്ട് ഇത് തിരിച്ചതിൻ്റെ ശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് പിടിക്കുക. ഇതിൻ്റെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇത് ടൈറ്ററാണ്. കൃത്യമായിട്ട് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം വെറുതെ അങ്ങോട്ട് തിരിച്ചിങ്ങനെ ഇത് കറങ്ങിപ്പോവും. ഹാൻഡ് പീസ് നേരത്തെ അതിൽ കാണിച്ച പോലെ ഹാൻഡ് പീസ് പിടിക്കുക, എന്നിട്ട് തിരിക്കുക. 1 2. ഓക്കെ, ടൈറ്റായി. ഇനി ഇത് അതേപോലെ കൃത്യമായിട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഫുഡ് സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ടിവേഷൻ മോഡിലേക്ക് പോകും. ഓക്കെ, ഇത് ആണ് ഇതിൻ്റെ അഡാപ്റ്റർ. ഇതിലേക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. കണ്ടോ, ഇതിലൊരു വൈറ്റ് പോയിന്റ് കണ്ടോ, ഇവിടെ ഒരു വൈറ്റ് പോയിന്റ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ മെഷീനിൽ ഐഡന്റിഫിക്കേഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് ഫീച്ചർ ആർ നോട്ട് അവൈലബിൾ. പക്ഷെ നമ്മളിത് വല്ലാതെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരിക. ഈ ഡിസ്പ്ലേയിൽ കാണാം ആക്ടിവേറ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ 2 seconds. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ മെഷീൻ അങ്ങനെ പറയുന്നത്. ഇത് കാണിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഇനി ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ടെസ്റ്റിംഗ് നടന്നു. ടെസ്റ്റിംഗ് കംപ്ലീറ്റ്. നേരത്തെ പറഞ്ഞു നമുക്ക് മെഷീന്റെ ഈ ആക്ടിവേഷന്റെ സൗണ്ട് കൂട്ടാനും കുറക്കാനും പറ്റും. അപ്പോൾ ഇതിൽ പോയോ, എന്നിട്ട് നമുക്ക് സൗണ്ട് കൂട്ടാം, അതേപോലെ കുറക്കാം. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കണ്ടോ, ആക്ടിവേഷന്റെ സൗണ്ട്
കൂടി. ഇനി നമ്മൾ ആക്ടിവേഷൻ്റെ സൗണ്ട് കുറക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആക്ടിവേഷൻ്റെ സൗണ്ട് കുറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ആക്ടിവേഷൻ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പ്ലസ് ആൻഡ് മൈനസ് സിമ്പിൾസ് ഉള്ളത്. ഇനി അടുത്തത് ഇതിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് ഉണ്ടോ, നമുക്ക് ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാം ഉണ്ടോ, കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. നമ്മൾ ആവശ്യത്തിന് എത്രയാണോ അത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ മിനിമത്തിൽ ഇപ്പോൾ മാക്സിമത്തിൽ 5 മാത്രമേ ഉണ്ടാവുള്ളൂ. മിനിമത്തിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, 1ലേക്കും 2ലേക്കും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എത്രയാണോ വേണ്ടത്. ഈ 1, 2, 1, 2, 3, 5 എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം.